എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് LD ക്ലർക്ക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 ചോദിച്ചതാണ്. അതിൻ്റെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് suitably using the appropriate clause. She dashed the examination if she had studied well. എന്താ പറയാ? She would have passed the examination if she had studied well. Next question. He has hardly any money. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക? ആൻസർ ബി ആണ് വരിക. ഡസ് ഹി. ഹാർഡ്ലി പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് സെന്റൻസ് ആണ് വരുന്നത്. അപ്പോൾ പോസിറ്റീവ് ആണ് ടാഗ് വരിക. ഡസ് ഹി എന്നാണ്. Next question. Report the sentence properly. Have you met the principal? The teacher said to me. Answer D ആണ്. The teacher asked me whether I had met the principal. Next question. Pick out the correct article and fill the sentence aptly. After dash years or two, the questions can be reconsidered. Answer B ആണ്. After a year or two, the question can be reconsidered. Next question. Complete the sentence using correct tense. The bell dash before I reached the school. ഞാൻ എത്തണേക്കാട്ടും മുന്നേ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്താണ്? കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പൊ എങ്ങനെയാ എഴുതുക? The bell had rung before I reached the school. Next question. Give the one word substitute for. A person who studies about the sun, the moon, stars and the universe. Answer C. Astronomer. Next question. Fill in the blank with the opposite of the underlined word. Swali looked cheerful, whereas Sumin looked dash. ഓപ്പോസിറ്റ് ആണ് വേണ്ടത്. ചിയർഫുള്ളിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഗ്ലൂമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ആപ്റ്റ് സിനോണിം ഫോർ ദ വേർഡ് അണ്ടർലൈൻഡ്? ദ വുമൺ ലുക്ക്ഡ് വെരി വീക്ക്. ആൻസർ ബി ആണ്. ഫീബിൾ. സിനോണിം എന്ന് പറഞ്ഞ അർത്ഥമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. If you dash money, you will quit the business. Answer D ആണ്. If you lose money, you will quit the business. Next question. Pick out the correct sentence with the right phrasal verb for the underlined word. The doctor advised me to abandon smoking. Answer C ആണ്. The doctor advised me to give up smoking. Next question. മലയാളാണ്. പിരിച്ചെഴുതുക. വെൺതിങ്കൾ. വെൾ പ്ലസ് തിങ്കൾ, വെൺതിങ്കൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദേശസന്ധിക്ക് ഉദാഹരണം. ആദേശസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുന്നതിനെയാണ് ആദേശസന്ധി എന്ന് പറയുക. അപ്പൊ വിൺതലം. വിൺ പ്ലസ് തല ആണ് വിൺതലം. താ പോയി ടാ വരും. അപ്പോഴാണ് വിൺതലം ആവണത്. തിരു പ്ലസ് ആതിര തിരുവാതിര. വകാരം ആഗമം ആഗമസന്ധി. തണുപ്പ് പ്ലസ് ഉണ്ട് തണുപ്പുണ്ട് അല്ലേ? പിന്നെ തീ പ്ലസ് കാറ്റ് തീക്കാറ്റ്. രണ്ട് കാ വരും. അപ്പൊ ദ്വിത്വം. ഇനി തദ്ധിതത്തിന് ഉദാഹരണം. ആൻസർ വെണ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിപരീത പദം എഴുതുക. അഗ്രജൻ. അഗ്രജൻ വിപരീതം അവരജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവര് ഡെലീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം എന്താണ്? ആകപ്പാടെ ഉള്ള ഭംഗിയാണ് ആനച്ചന്തം എന്ന് പറയുന്നത്. താഴെ പറയുന്നത് ശരിയായ പദം എടുത്തെഴുതുക.
ചൂടാമണി എങ്ങനെയാണ് എഴുതുക? ചൂടാമണി ഇങ്ങനെയാണ് എഴുതുക. എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ. ആൻസർ സി, എരിതീയിൽ എണ്ണയൊഴിക്കുക. കവിയുടെ സ്ത്രീലിംഗ പദം. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കണതാണ്. അപ്പൊ നിങ്ങൾ നന്നായി പഠിച്ചു പോണം എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. കവയിത്രിയാണ് കവിയുടെ സ്ത്രീലിംഗം, കവയിത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റപ്പദമാക്കുക. വർഷം തോറും. വർഷം തോറും എന്നുള്ളതിന് ഒറ്റപ്പദം എന്താ പറയാ? പ്രതിവർഷം. ഡി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും ഉപകാരപ്രദമായെന്നും വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.